എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പോലീസിനോട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും തെറ്റ് വന്നാൽ അടിക്കാൻ. അപ്പോ ഒരു ടൈമിൽ അത് ഭയങ്കര വയലൻസ്, ഭയങ്കര ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അത് കൺട്രോൾ ആയത്. ഇപ്പൊ പലപ്പോഴും ഞാൻ ഇപ്പൊ ഈ നടന്ന ഇഷ്യൂസ് വന്നപ്പോ ഞാൻ കുറെ പോസ്റ്റുകളും കുറെ കമന്റ്സ് ഒക്കെ കണ്ടു, പണ്ടത്തെ പോലെ വരണം എന്നാലും ഇവർക്ക് നന്നാവുള്ളൂ എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊരു ലൈക്ക് ഒരു എത്തിക്സ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് അഗൈൻസ്റ്റ് എത്തിക്സ്. ലൈക്ക് ഒരു പോലീസ് പിള്ളേർക്ക് ചിന്തിക്കാൻ കഴിവില്ല. അപ്പൊ അവരെ ഒരു കണ്ടീഷൻ ചെയ്യാണ്, പേരൻസ് അടിച്ചു ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പേരൻസ് പറയുന്ന കാര്യം ശരിയാവണമെന്നില്ല, ചിലപ്പോൾ തെറ്റായിരിക്കും. അങ്ങനത്തെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്യേണ്ട. കുറച്ചുകൂടെ പ്രായമാകുമ്പോഴേക്കും അവരെ കൊണ്ട് സ്വന്തമായി ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു പ്രോസസ് അവർക്ക് ചെറുപ്പത്തിലില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം ഞാൻ 5th തൊട്ട് 8th വരെ ബോർഡിംഗ് സ്കൂളിലാണ്. CMI ടിപ്പിക്കൽ ക്രിസ്ത്യൻ ബോർഡിംഗ് സ്കൂൾ. അപ്പോൾ അത് ഭയങ്കര അന്നത്തെ ഒരു സമയത്ത് ഭയങ്കര ഡിസിപ്ലിനാണ്. നമ്മളെന്ത് ചെറിയ മിസ്റ്റേക്ക് ചെയ്താലും നല്ലപോലെ നമുക്ക് ശിക്ഷ കിട്ടുമായിരുന്നു. പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഐ ബിക്കം വെരി ഡിസിപ്ലിൻഡ്. നമുക്ക് അങ്ങനെ അച്ഛന്മാർ ഭയങ്കര അടിയായിരുന്നു. പേരൻസിനൊപ്പം വളർന്നും ബോർഡിംഗ് സ്കൂളിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആ പ്രോബ്ലം ഉണ്ട്. അന്ന് നമുക്ക് വിരോധം തോന്നി. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അന്ന് അവർ ചെയ്ത ശരിക്കും സിവിലൈസ് ആകാൻ വേണ്ടി അവർ പഠിപ്പിക്കുകയാണ് ചെയ്തത്. സൈക്കോളജിയിൽ പറയുന്നത്, ഇപ്പൊ മോഡേൺ സൈക്കോളജിയിൽ പറയുന്നത് ഇങ്ങനെ അടിക്കുന്ന നല്ല കാര്യമല്ല പറയണം. പക്ഷെ ഈ ഇന്ത്യൻ പാരന്റ്സിന് അവര് ഒരു പൊതുവെ നോക്കുമ്പോൾ ഇന്ത്യൻ പാരന്റ്സും ഫോറിൻ പാരന്റ്സും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇന്ത്യൻ പാരന്റ്സിന് അവരുടെ കുറച്ച് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് അവര് ഈ നേരത്തെ പറഞ്ഞത് വാട്ട് ഐ തിങ്ക് ഇസ് ഇറ്റ്സ് ട്രൂ. അങ്ങനെ ആ ഒരു തോട്ടിൽ നിന്ന് എന്റെ കുട്ടിയും അങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത്. ഫാമിലി പറയുന്നത് സിവിലൈസ്ഡ് എല്ലാം നല്ലതാണ്. പക്ഷെ ഫാമിലി ഒരു നാരോ മൈൻഡ് സിസ്റ്റമാണ്. പല ചുറ്റും ഒരു പക്ഷെ അത് എല്ലാവരും അതുപോലെ നല്ല ഫാമിലിയും കുഴപ്പമില്ല, അങ്ങനെ പോകാൻ കുഴപ്പമില്ല. ഇത് ഫാമിലി സിസ്റ്റം ഇന്ത്യയിൽ വന്നുകൊണ്ടാണ് ഇങ്ങനെ തിങ്കിങ് വരുന്നത്. വളരെ നാരോ വേൾഡാണ്, നാരോ ആയിട്ട് ചിന്തിക്കുന്നത്. നമ്മൾ ആക്ച്വലി വെസ്റ്റേൺ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റിയും ഫണ്ടമെന്റലി രണ്ട് സ്ട്രക്ചറാണ്. ഇവിടെ കളക്ടിവിസ്റ്റ് സൊസൈറ്റിയും അവർ ഇൻഡിവിജ്വൽ സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇൻഡിവിജ്വലായിട്ട് 16ാമത്തെ വയസ്സിലെ വെസ്റ്റേൺ കൺട്രീസിൽ ആകുന്ന പോലെ നമുക്ക് ആവാൻ പറ്റില്ല. We all are bound by social structures. നടക്കില്ല. ഇവിടെ അങ്ങനെയാണ് ഈ സ്ട്രക്ചർ വന്നേക്കുന്നത്. പിന്നെ നമ്മളെ ബ്രേക്ക് ചെയ്യാൻ പോയാൽ നിങ്ങൾ മിസ്ഫിറ്റ്, റിബൽ, ഔട്ട്കാസ്റ്റ് അങ്ങനെയാണ്. നമ്മുടെ ചെയ്താണ് ബെസ്റ്റ് എക്സാമ്പിളാണ്. സോ ലൈക്ക് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ പിന്നീടുള്ളൊരു ഇഷ്യൂ വരുന്നതാണ് ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന സംഭവം. പലപ്പോഴും പലർക്കും ഇപ്പോഴത്തെ കാലത്താണെങ്കിലും അത് കുറവാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പോൾ മെഡിക്കലാണെങ്കിലും പോലീസ് ആണെങ്കിലും എന്ത് ലോയർ എന്തായാലും എടുത്തോട്ടെ, അപ്പൊ അതും അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവർ യോഗത്തിലെടുക്കും ഡോക്ടേഴ്സ് മറ്റേ, പക്ഷെ അതൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല, ഒരാളും ഫോളോ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു ഇന്റർനാഷണൽ റീസണിങ് ഞാൻ പറയാവേ. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ ഈ ലോജിക് ആൻഡ് റീസണിങ് അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ് അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ഒരു റീസണിങ് ഉള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റും ഏകദേശം ഒരേ ലോ ലെവലിലാണ്. എന്നുവെച്ചാൽ ആവറേജ് ഒരു ഇന്ത്യക്കാരൻ്റെ IQ ലോജിക്ക് ഭയങ്കര ലോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോജിക്ക് കുറവാകുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഷോർട്ട് ടൈം തിങ്കിങ് ആണ്. ഇപ്പം നമ്മൾ ലോങ് ടൈം അതിൻ്റെ കോൺസിക്വൻസസോ അല്ലെ ലോങ് ടൈം അത് ചെയ്യാനുള്ള ഒരു സാധനം ഇവർക്കില്ല. ഇവർക്ക് അപ്പപ്പോൾ ഉള്ള ടെമ്പററി ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ് ഇവർ നോക്കുന്നത്. അപ്പൊ അങ്ങനെ മാസം അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ പോപ്പുലേഷൻ അങ്ങനെ ചെയ്യാൻ നമ്മൾ ജുഗാഡ് എന്ന് പറയും ഹിന്ദിയിൽ. ഹർ ചീസ് മേ ഹം ജുഗാഡ് കरेंगे. എല്ലാ കാര്യത്തിലും നമ്മൾ ജുഗാഡ് എന്താ മലയാളം പറയും? ഉഡായിപ്പ, തട്ടിക്കൂട്ടൽ. എന്താ തട്ടിക്കൂട്ടൽ. നമ്മളെല്ലാ പരിപാടിയും തട്ടിക്കൂട്ടത്തില്ലേ? കുറച്ച് നെഗറ്റീവായിട്ട് മീനിങ് ആണ്. കാരണം ഇവിടുത്തെ എൻവയോൺമെന്റിൽ ഇതാണ് വർക്ക് ആകുന്ന ഒരു സംഭവം. അതാണ് ഈ ഫ്രൂഗൽ ഇന്നോവേഷൻ എന്നൊക്കെ ഇന്ത്യൻസ് പറയുന്നത്. ബട്ട് ആക്ച്വലി അത് IQ കുറവായതിന്റെ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ ലാർജ് സ്കെയിലിൽ ഒരു കൺട്രിയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കും ലോങ് ടൈം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരാളിൽ നിന്ന് ഇവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ കളക്റ്റീവായിട്ട് വരുമ്പോൾ ഈ എല്ലാ ആളുകളും ലോങ് ടൈം ആയിട്ട് ചിന്തിച്ചാലേ ഒരു സൊസൈറ്റിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് നടക്കുന്നെങ്കിൽ നമ്മൾ ഒരാൾ വന്നിട്ട് നമുക്ക് സൊസൈറ്റി വെല്ലുവിളിക്കുക, നമ്മളെ ആദ്യം വരെ തട്ടും. പക്ഷെ എല്ലാവരും ഇങ്ങനെ സെൽഫിഷ്. ഇപ്പം ഞാൻ വിചാരിച്ചാൽ ഈ ലോകം മാറില്ല എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം മാറാത്തത്. എല്ലാവരും ചിന്തിക്കണം, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം.
ഇപ്പം എന്താ പറഞ്ഞു വന്നത് ടോപ്പിക്? ഞാൻ പറഞ്ഞു വന്നത് അത് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്സ് ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ട് ആവുള്ളൂ. Yes. അത് കോർപ്പറേറ്റ് വേൾഡ് ആയാലും എവിടെയായാലും ബാക്കി എല്ലാം വീണു.